ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കൗണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നീക്കം ചെറുക്കാൻ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പണം സംഭരിക്കാൻ കോൺഗ്രസിന്റെ നീക്കം. അടുത്ത മാസം സുപ്രീം കോടതി IT വകുപ്പിന്റെ തീരുമാനം സ്റ്റേ ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിംഗ് അടക്കമുള്ള പ്ലാൻ ബിയിലേക്ക് നീങ്ങും. അക്കൗണ്ട് പുനഃസ്ഥാപിച്ചെങ്കിലും 115 കോടി രൂപ മരവിപ്പിച്ച് നിർത്താനാണ് ബാങ്കുകൾക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 65 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് ജനാധിപത്യ വിരുദ്ധമായി പിൻവലിച്ചു കൊണ്ടുപോയെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പുകൾക്കും മറ്റുമായി 1000 കോടി രൂപയും ഫിക്സഡ് അസറ്റായി 340 കോടി രൂപയും ഉണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് അപ്പലൈറ്റ് ട്രിബ്യൂണലിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പിന്റെ നടപടി കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കില്ല എന്നും IT വകുപ്പ് പറയുന്നു. ആദായ നികുതി വകുപ്പ് പുതിയ ചില നീക്കങ്ങൾ തുടങ്ങിയതാണ് കോൺഗ്രസിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. 2014-15 കാലഘട്ടം മുതൽ 2020-21 വർഷങ്ങളിലേക്കുള്ള അസസ്മെന്റ് പുതുതായി തുടങ്ങിയിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് മുകളിൽ പണമായി സ്വീകരിച്ചതുൾപ്പെടെയുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ കണക്കിലെടുത്ത് കോൺഗ്രസിന് എക്സംഷൻ നഷ്ടമാവുകയാണെങ്കിൽ വലിയ തുക ഇനിയും അടക്കേണ്ടി വരും. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് എതിർ രാഷ്ട്രീയ പാളയങ്ങളെ മരവിപ്പിച്ച അതേ തന്ത്രമാണ് BJP ഇപ്പോഴും പയറ്റുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ജനാധിപത്യം മരവിപ്പിച്ചോ? VPP മുസ്തഫ CPIM, KP നൌഷാദ് അലി കോൺഗ്രസ്, JR പത്മകുമാർ BJP, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ശ്രീ JR പത്മകുമാർ, 2017 BSPയുടെ ഒക്കെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ മരവിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിൽ നോട്ട് നിരോധനം കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു എതിർ രാഷ്ട്രീയ പാളയങ്ങളുടെ ആക്ഷേപം. പിന്നീട് ഇങ്ങോട്ട് BSPയെ നമ്മൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ മരവിപ്പിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ശ്രീ JR പത്മകുമാർ? ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും വ്യക്തിയായാലും നിയമാനുസൃതമായി അവരുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ BSP എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയെന്നോ അതിനൊരു പരിഗണനയില്ല. എല്ലാ പാർട്ടിയും നിയമപരമായി അവരുടെ കണക്കുകൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കേണ്ടതാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കൃത്യമായിട്ട് എല്ലാ വർഷവും അത് മണ്ഡലം തലം മുതലുള്ള അക്കൗണ്ടുകൾ അവരെ സമയത്ത് തന്നെ ബോധിപ്പിക്കുകയും അതിൻ്റെ അനുസരിച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാം ബാങ്ക് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണഘടനയെ തന്നെ വ്യതിചലിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ടുകളിൽ മൾട്ടിപ്പിൾ പാൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഷെയ്ഡി ട്രാൻസാക്ഷൻസ് അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ടാക്സ് എക്സംഷൻ കോൺഗ്രസ് നഷ്ടമായിരിക്കുകയാണ്. 2018-19 എക്സംഷൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പോലും അവർ ആ സമയത്ത് അതിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 135 കോടി രൂപ ആ കണക്ക് ഈ ടാക്സ് എക്സംഷൻ അനുസരിച്ചിട്ട് ഇൻകം ടാക്സിന് ആ പാർട്ടി അടയ്ക്കണം. ആ 135 കോടി അടയ്ക്കാതെ വരുന്ന സമയത്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലുണ്ടാകുകയും അതിന് ഭാഗികമായി കുറേ രൂപ അതിൻ്റെ ഈ 135 കോടിയിൽ വകവെച്ച് അതിനെ ബാങ്കുകൾ വഴി ബ്ലോക്ക് ചെയ്യുകയും അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അവരുടെ മൊത്തം അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വച്ചിട്ടില്ല. ഇത് തെറ്റായ ഒരു പ്രചരണമാണ്. കോൺഗ്രസ് ആയാലും BJP ആയാലും നിയമപരമായി പ്രവർത്തിക്കണം. ഞാനൊരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കാം. BJPയുടെ നാഷണൽ കോൺഫറൻസ് കേരളത്തിൽ വെച്ച് കോഴിക്കോട് വെച്ച് നടന്ന സമയത്ത് ആ കണക്ക് ഞങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത സമയത്ത് ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ വൗച്ചർ അത് വെക്കാത്ത അതിൽ കുറവുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടുണ്ട്. അത് അതിന് ശേഷം ഞങ്ങളത് വൗച്ചർ കൃത്യമായിട്ട് അതാണ് പ്രാരംഭത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്. നോക്കൂ KP നൌഷാദ് അലി, 2017-18 കാലഘട്ടത്തിൽ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി December 20, 2018 വരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഡെഡ് ലൈൻ നൽകി. പക്ഷേ അത് റിട്ടേൺസ് ഫയൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ എക്സംഷൻ നഷ്ടമാകുന്നു. പിന്നെ 20,000 രൂപ വരെ മാത്രമാണ് ക്യാഷ് സ്വീകരിക്കാൻ കഴിയുക. 14 ലക്ഷം രൂപ വരെ കോൺഗ്രസ് ക്യാഷ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള എക്സംഷനും നഷ്ടമാകുന്നു. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ കോൺഫിസ്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് പോംവഴി?
നികേഷ്, ഇവിടെ ഈ ഇൻകം ടാക്സിന്റെ നടപടിയൊക്കെ ഇൻകം ടാക്സിന്റെ ഈ നടപടികൾ അതിന്റെ ഈ പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരാതി ഉണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ അപ്പീൽ അതോറിറ്റിയിലാണ് നമ്മൾ ബോധിപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കോടതിയിൽ പോകാം. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോയ്ലറ്റ് പേപ്പർ ചുരുട്ടി ഇൻകം ടാക്സ് എന്ന BJPയുടെ ഈ പുതിയ പോഷക സംഘടനയുടെ മുഖത്തേക്ക് നോക്കി കോടതി വലിച്ചെറിയും. അത്രമാത്രം ദുരുപദിഷ്ടവങ്ങളായ കാര്യങ്ങളാണ്. അല്ല, കോടതിയിൽ അങ്ങനെ പോയത് സ്റ്റേ കിട്ടാനോ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാനോ ഒക്കെ ആണല്ലോ. അന്തിമമായിട്ട് കോടതി പോകണമെങ്കിൽ അതിന് സ്റ്റെപ്പ് 1, 2, 3 ഒക്കെ പ്രൊസീഡിങ്സ് ഉണ്ട്. അത് പ്രകാരം കോടതിക്ക് ഇത് പരിഗണിക്കുമ്പോൾ വർഷങ്ങൾ കഴിയും. അപ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദില്ലി ഹൈക്കോടതിയിൽ പോയി. പക്ഷെ ദില്ലി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. ഇനി അടുത്ത മാസം ആദ്യം നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകാനിരിക്കുകയാണ്. അതിൽ പ്രതീക്ഷ വെച്ച് നിൽക്കുകയാണ്. അല്ലാതെ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ള നിലപാട് എടുക്കല്ലേ ശ്രീ KP നൗഷാദ്? നികേഷേ, അല്ല നികേഷ്, കോടതി പോയിട്ടില്ല എന്നുള്ള നിലപാടല്ല. കോടതി പോവാന്ന് പറഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റോടുകൂടി ഇതിനെ സ്റ്റേ വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോടതി പോയിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ ഇൻകം ടാക്സിന്റെ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഇവർ കാശെടുത്തുകൊണ്ട് പോകുന്നില്ല. അതിന് നമുക്ക് അപ്പീൽ അതോറിറ്റി ഉണ്ട്. അപ്പീൽ അതോറിറ്റി കഴിഞ്ഞാലും കോടതിയിൽ പോവാം. അങ്ങനെ അവരുടെ കുറ്റപത്രമൊക്കെ വരുമ്പോഴേ അതിനകത്തൊക്കെ പ്രസക്തിയുള്ളൂ. അതിനൊക്കെ സമയമെടുക്കും. അതേ ഉള്ളൂ BJPയുടെയും ആവശ്യം. കാരണം ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഇത് കോൺഗ്രസിന്റെ കയ്യിലൊന്നും ഇല്ലാതാക്കുക എന്നതിന്റെ അപ്പുറത്ത് അജണ്ടയൊന്നും അവർക്കില്ല. ഇതൊക്കെ കേവലം ദുർബലത്തിൽ എത്രയോ ദുർബലമായ അശു കണക്കെയുള്ള ഓരോ അമ്പുകളാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഈ കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ ഈ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, EDയുടെ കാര്യത്തിൽ ഇവിടെ മനീഷ് സിസോദിയയുടെ ഒരു ജാമ്യാപേക്ഷ വന്നപ്പോഴും സുപ്രീം കോടതി നിരീക്ഷിച്ചത് അതാണ്. ഇതൊക്കെ ദുർബലമായ കേസാണ്. പ്രതിഭാഗം വക്കീല് 2 ചോദ്യങ്ങൾ ഉന്നയിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഈ പ്രോസിക്യൂഷൻ നിരീക്ഷിച്ചുകൊണ്ടാണ് PML ആക്ടിന്റെ സെക്ഷൻ 45 മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നിഷേധിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വല്ല കരീബിയൻ ദ്വീപുകൾക്ക് സമാനമായിട്ടോ അല്ലെങ്കിൽ ഈദി അമീനൊക്കെ ഭരിച്ചിരുന്ന രാജ്യത്തിന് സമാനമായിട്ടൊക്കെ ജനാധിപത്യം നശിച്ച, പൗരാവകാശങ്ങൾ ഇല്ലാതായ ഒരു ബനാന റിപ്പബ്ലിക്കായിട്ട് ഈ നാട് മാറി. നിങ്ങൾ നോക്കുക, UPയിലൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ നിങ്ങളുടെ കൂടി രാജ്യമല്ലേ ശ്രീ KP നൗഷാദ് അലി? നിങ്ങൾ ഇതിനെ ബനാന റിപ്പബ്ലിക് എന്നൊന്നും വിളിക്കാതെ അല്ല, അത് വിളിച്ചിരിക്കും. എന്താ നിങ്ങൾ വിളിക്കണ്ടെന്നേ? ഞങ്ങൾക്ക് വിളിക്കുന്നതിന് ഞങ്ങൾക്ക് സൗകര്യവും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ബനാന റിപ്പബ്ലിക് എന്ന് 1 തവണയല്ല 10 തവണ വിളിക്കും. വെള്ളരിക്കാപ്പട്ടണം എന്ന് 100 തവണ വിളിക്കും. കാരണം ഈ രാജ്യത്തിന്റെ എല്ലാ അന്തസ്സത്തെയും ചോർന്നൊലിച്ചു പോയി. അതൊക്കെ കട്ടുകടത്തിപ്പോയി. ഇവിടെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിലും വൃത്തിയായിട്ട് രാജ്യം ഭരിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉത്തരേന്ത്യയുടെ തെരുവുകളിൽ ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മതഭ്രാന്തന്മാര് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു വിഭാഗത്തെ കല്ലെറിഞ്ഞും ചെളിവാരി എറിഞ്ഞും ഒക്കെ ആട്ടി ഓടിക്കുകയാണ്. അവരുടെ ആരാധനാലയങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. പാകിസ്ഥാനിൽ പോലും ഇത്രക്ക് മതഭ്രാന്ത് തീവ്രമായി പൊട്ടിയൊലിച്ച ചരിത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ രാജ്യമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന് വേറെന്ത് ഉദാഹരണം വേണ്ടത്? ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഈ ലോകത്തിന്റെ കണക്ക് കൂട്ടലുകൾ, പ്രതീക്ഷകൾ, വിലയിരുത്തലുകളൊക്കെ നശിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം പോയിട്ട് കേവല ജനാധിപത്യ രാജ്യം പോലുമല്ല. 41 കമ്പനികൾ ആണ് ഇവിടെ EDയുടെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത്. അവരിൽ നിന്ന് 2600 കോടി രൂപ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് ആ 41 കമ്പനികൾക്കെതിരെയുള്ള അന്വേഷണം നിർത്തിവെച്ചൊരു സർക്കാർ BJPയിലേക്ക് ചേർന്നാൽ ഏത് കൊടും കുറ്റവാളിയും നിരപരാധിയായി തീരുന്ന ഒരു വിചിത്ര ലോകം. ഇതൊക്കെ പച്ചക്ക് പരസ്യമായിട്ട് ചെയ്യുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ അകത്ത് പിടിച്ചിടാൻ വേണ്ടി കൺഫസ് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയാണ് ചില പ്രതികളെടുത്തത്. അവരെ മാപ്പുസാക്ഷിയായിക്കൊണ്ട് കൺഫസ് സ്റ്റേറ്റിന്റെ മുമ്പും ശേഷവും അവർ BJPയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് പണം ചെലുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് ചെയ്യുകയാണ്. ഈ കാടി വെള്ളം മൂടി വെച്ച് കുടിക്കണം എന്നൊക്കെ ചില ചൊല്ലുണ്ട്. ഇതൊന്നുമല്ല, പച്ചക്ക് പരസ്യമായി ആഘോഷിച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഇവരൊക്കെ ഈ EVM അട്ടിമറിക്കില്ല എന്നുള്ളൊരു എന്തുറപ്പാ ഉള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്യമായി ചെയ്യുന്നവർക്ക് ഈ EVM അട്ടിമറിക്കാനുള്ള കൈയുറക്കുകയില്ല എന്നൊക്കെ വല്ലവരും ചിന്തിക്കുകയാണെങ്കിൽ അവർ മൗഢ്യമുള്ളവരാണ്. ഈ രാജ്യത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? നോക്കൂ, പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നീക്കത്തിലേക്ക് പോകുന്നു. കുറേയധികം പണം എടുത്തുകൊണ്ടു പോകുന്നു ജനാധിപത്യ വിരുദ്ധമായി. ഇനിയും അസസ്മെന്റ് വരുന്നത് സീതാറാം കേസരി ട്രഷറർ ആയിരിക്കുന്ന
അദ്ദേഹം ACC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലല്ല, ട്രഷറർ ആയിരിക്കുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള അസസ്മെന്റ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ പണം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റ് കടത്തിക്കൊണ്ടുപോകും എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉള്ളത്. VP മുസ്തഫ, നോക്കൂ, ഇന്ത്യയിലെ ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ ജയിലിലാണ്. ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ കൂടിയാണത്. നേരത്തെയുള്ള മറ്റൊരു ചീഫ് മിനിസ്റ്ററെ ഇതിനകം ജയിലിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കാണോ രാജ്യം പോകുന്നത് VP മുസ്തഫ? തീർച്ചയായിട്ടും അല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സുതാര്യത എന്ന് പറയുന്നത് മോഡിയുടെയും BJPയുടെയും അജണ്ടയിലില്ല. ഇലക്ടറൽ ബോണ്ട് നമ്മൾ കണ്ടില്ലേ, അതിന് സുപ്രീം കോടതി ആ നിയമമേ തന്നെ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ്? ഇവരിപ്പോ ഇപ്പോഴും അവകാശപ്പെടുന്നത്, പത്മകുമാറും BJPയും അവകാശപ്പെടുന്നത് എന്താ? ഇലക്ടറൽ ബോണ്ട് BJPയുടെ അഴിമതിരഹിത പ്രതിച്ഛായയുടെ തെളിവാണ്, സുതാര്യമാണ്. അങ്ങനെ സുതാര്യമായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി പോലെ ഒരു നിയമ സംവിധാനം ആ നിയമം തന്നെ റദ്ദാക്കുമായിരുന്നോ? നിങ്ങളുടെ നിയമത്തിൽ ഇന്ന പാളിച്ചകളേ ഉള്ളൂ, ഇന്ന പോരായ്മകളേ ഉള്ളൂ, അത് നിങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്കത് കൊണ്ടുപോകാമെന്ന് പറയുമായിരുന്നില്ലേ? പക്ഷേ 2018 പാസ്സാക്കി 5 വർഷമായിട്ട് തീവട്ടി കൊള്ള നടത്തിയ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ്. അതിലൊരു സുതാര്യതയുമില്ല. നാടുവാടുന്ന അധികാരികളുടെ ഏത് തരത്തിലുമുള്ള അഴിമതിക്കുള്ള ഉപകരണമാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെ സംഘടിതമായ കൊള്ളയും അഴിമതിയും നടത്തുന്ന ഒന്നായിട്ട് മാറുന്നു. അധികാരം നിലനിർത്താൻ BJP ഏത് വഴിയും സ്വീകരിക്കും. അവർക്ക് ഇന്ത്യയെ പേടിയാണ്. അവർ പറയുന്നത് അവർ വലിയ രാജ്യസ്നേഹികളാണ്, ദേശസ്നേഹികളാണെന്നല്ലേ. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, ഇതിന്റെ ആശയം, ഇതിന്റെ ജനാധിപത്യ സംവിധാനം, നിലനിൽക്കുന്ന ഭരണഘടന, ഇതിനെയെല്ലാം RSSും BJPയും പേടിക്കുകയാണ്, ഭയക്കുകയാണ്. ആ ഭയം കൊണ്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകാത്തത്. ഇവിടെ നികേഷ്, പത്മകുമാർ അവകാശപ്പെട്ടത് എന്താ? എല്ലാ പാർട്ടികളും നിയമപരമായിട്ട് പോകണം. നിയമപരമാണെങ്കിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പഴയ NCP നേതാവ് എങ്ങനെയാ പത്മകുമാറെ നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ, നിങ്ങളുടെ മുന്നണിയിൽ ചേർന്ന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത്? എന്താ അജിത് പവാറിനെ കുറിച്ചിട്ട് ഏതാനും മാസങ്ങൾ മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞത്? പണ്ട് ഭ്രമയുഗത്തിലൊന്നുമല്ല, ത്രേതായുഗത്തിലല്ല, ഏതാനും മാസങ്ങൾ മുമ്പ് ഈ അജിത് പവാറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അഴിമതിയെ കുറിച്ച്, കള്ളത്തരത്തെ കുറിച്ച് അജിത് പവാർ ഇവിടെ നേരത്തെ KP നൗഷാദ് അലി പറയുന്നത് എന്തൊക്കെയാണെന്ന് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ VP മുസ്തഫ. 41 കമ്പനികളുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ടത്തിൽ തന്നെയാണ് ഈ 41 കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടായി ഹഫ്ത വസൂലി എന്ന് പറയുന്ന ഒരു ഏർപ്പാടിലൂടെ വൻ തുക, അതായത് ആകെയുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ 50%-ലധികം BJP സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ്. അവിടെയൊന്നും നമ്മൾ അംബാനിയെയും അദാനിയെയും കാണുന്നില്ല. അത് ATM ആണ് എന്നാണ് ദില്ലി നിയമസഭയിൽ കെജ്രിവാൾ പറഞ്ഞത്. നോക്കൂ, ആ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ നൗഷാദ് അലിയെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യില്ല എന്നെന്തുറപ്പാണ് എന്ന കടുത്ത വാക്കുകളുമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമായിട്ട് പറയുന്നത് ഈ മദ്യനയത്തിലെ അഴിമതി. അതിലെ പ്രധാനപ്പെട്ട പ്രതി എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിൽ വന്നത്? അദ്ദേഹം എങ്ങനെയാണ് മാപ്പുസാക്ഷിയായിട്ട് മാറിയത്? നിങ്ങൾ നോക്ക്. ഇവരെ പറയുന്നത് പോലെ സുതാര്യമായി CPIM കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിൽ നികേഷ് കുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഈ വിവരങ്ങൾ പുറത്തു വരുമായിരുന്നോ? ഈ 4-5 വർഷമായിട്ട് ഏതെങ്കിലും വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെ നിൽക്കുന്നില്ലല്ലോ. PM കെയർ ഫണ്ട് വേറെ കിടക്കുകയല്ലേ? ഇന്ന് വരെ പറഞ്ഞു. നമ്മള് നേരത്തെ കോവിഡിന്റെ കാലത്ത് നികേഷ് കുമാർ ഓർമ്മിക്കും, പത്മകുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ PM കെയർ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അതെല്ലാം സുതാര്യം. ഇന്ന് വരെ അതിന്റെ ഏതെങ്കിലും കണക്കുകൾ പുറത്തു? ശരിയാണ്, PM കെയർ ഇതുവരെ യാതൊരു കണക്കും പുറത്തുവിട്ടിട്ടില്ല. അതുകൂടി പുറത്തു വിടണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നോക്കൂ, 52 മുതൽ ഇന്നേ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പണാധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാദ്യമായി 24-ൽ കോൺഗ്രസ് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ എയർ ടിക്കറ്റ് എടുക്കാനല്ല, ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസയില്ല, പ്രവർത്തകർക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പൈസയില്ല എന്ന് രാഹുൽ ഗാന്ധി മുതൽ VD സതീശൻ വരെ
ഉൾപ്പെടെയുള്ളവർ പറയുന്നു. സത്യമാണോ? നികേഷ്, എനിക്ക് കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്തതും അത് എന്തുകൊണ്ടാണെന്നും ആദായ നികുതി അധികൃതരെ അവരുടെ റിട്ടേൺസ് സമർപ്പിച്ചിട്ടുണ്ടോ, അതിന് കാലതാമസം വന്നിട്ടുണ്ടോ, 20,000 രൂപയിൽ കൂടുതൽ പണം നേരിട്ട് വാങ്ങാൻ പറ്റാത്തതിന് പകരം 13 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ, എനിക്കതിൻ്റെ കാര്യത്തിലുള്ള യാതൊരു വിവരങ്ങളുമില്ല. നമുക്ക് ആർക്കെങ്കിലും അത്ര ഇവർ പറയുന്നത് വിശ്വസിക്കുക എന്നതിനപ്പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേവരെ 75 വർഷത്തെയാണല്ലോ അമൃതോത്സവമൊക്കെ നമ്മൾ ആഘോഷിച്ചല്ലോ. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം. നമ്മുടെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മോഡി സർക്കാർ 10 വർഷമായിട്ട് ഭരിക്കുകയാണ്. അവർക്കറിയാം, അവർ മനസ്സിലാക്കി, അവർ ആ വഴിക്കാണ് റിസർച്ച് നടത്തിയത്. അല്ലാതെ അവർ രാജ്യത്തിന് എന്തെങ്കിലും നന്മ കിട്ടുന്ന കാര്യങ്ങളല്ല അവർ പഠിക്കുകയോ റിസർച്ച് ചെയ്തത്. എങ്ങനെ നമുക്ക് അധികാരത്തിൽ തുടരാൻ പറ്റും, അതിനുവേണ്ടി എങ്ങനെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ പറ്റും, അതവർ 10 വർഷം കൊണ്ട് നന്നായിട്ട് പഠിച്ചു. അതിന്മേൽ അവർക്കൊരു നല്ല കമാൻഡ് ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നു. നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആരെ എതിർത്താലും പ്രതിഷേധിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യം സാധിക്കുക, ലക്ഷ്യത്തെ ലക്ഷ്യത്തെ സാധൂകരിക്കും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വീണ്ടും അധികാരത്തിൽ തുടരാൻ വേണ്ടി, ആ അധികാരത്തിൽ തുടരുക എന്ന് പറയുമ്പോൾ ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. വെറുതെ അധികാരത്തിൽ തുടരുകയല്ല, നമുക്ക് ഭാരതത്തിൻ്റെ ഭരണഘടന മാറ്റേണ്ടതുണ്ട്, നമുക്ക് പല പല കാര്യങ്ങളുണ്ട്. ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് മാറ്റേണ്ടതുണ്ട്. അത്തരം ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഇത് ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണെന്നുള്ള ആരോപണങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലാതെ വരികയാണ്. നമ്മളിപ്പോൾ ഇവിടെ പത്മകുമാറിൻ്റെ വാക്കുകൾ, അദ്ദേഹം വളരെ പണ്ട് തൊട്ടേ BJP-യിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് ഈ BJP കേരളത്തിൽ അത്യാവശ്യം ശക്തിപ്പെട്ട് വരുന്നത് മുതൽ അദ്ദേഹമൊക്കെ BJP-യുടെ പഴയ സ്കൂളിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തിനൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഇൻകം ടാക്സും അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം വിട്ടതിന് ശേഷമാണ് സാർ ഈ കൊടകര പോലുള്ള ഹവാല സംഭവങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഇതെന്താ കോൺഗ്രസിൻ്റെ മാത്രമൊന്നുമില്ല, ആരായിരുന്നു അതിനകത്ത്? ഈ കൊടകരയിൽ കണ്ടെത്തിയ പണം ആരുടേതായിരുന്നു, അതെവിടെ പോയി, അതിൻ്റെ അന്വേഷണം എവിടെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനതാ പറഞ്ഞത്. BJP കൃത്യമായിട്ട് കണക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? BJPക്ക് യാതൊരു പ്രശ്നങ്ങളില്ല അവരുടെ കണക്ക്. സർ, അധികാരം ആരുടെ കയ്യിലാണ്? ഈ സർക്കാരിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കാനും പിടിക്കേണ്ടവരെ പിടിക്കാനും പറ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിങ് കഴിയുന്നതിന് മുമ്പായിട്ട് ഈ രാജ്യത്ത് വേറെ ഒത്തിരി സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. ധാരാളം പേര് സ്ഥാനാർത്ഥികളുണ്ട് പ്രതിപക്ഷ നിരയിൽ, അതായത് BJP എതിർക്കുന്നവർ. ഇവർക്കൊക്കെ എതിരായിട്ട് പല കേസുകളൊക്കെ ഉണ്ടായേക്കാം. ചിലരൊക്കെ ETയുടെ സ്കാനറിൽ ഉള്ളവരായേക്കാം. ഇവരെയൊക്കെ നാളെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്താൽ, അവരെ ജയിലിലാക്കിയാൽ ആര് സ്ഥാനാർത്ഥിയില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ അത് വളരെ നല്ല തന്ത്രമാണ്. പണമാണ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലാണെങ്കിൽ പോലും നമുക്ക് പണമില്ലാതെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സാധിക്കുക? കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒട്ടും പണമില്ല എന്നാണ്. പോസ്റ്റർ അടിക്കാനുള്ള പണമില്ല, ഞങ്ങളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പണം പോലുമില്ല, പ്രവർത്തകർക്ക് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കാനുള്ള പണമില്ല. എങ്ങനെയാണ് പിന്നെ കേരളത്തിലും ഇന്ത്യയിലാകെയും കോൺഗ്രസ് ഏറ്റുമുട്ടുക BJP എന്ന് പറയുന്ന ഒരു പണാധിപത്യ ശക്തിയോട്? നികേഷ്, 2 തരത്തിലാണ്. പണത്തിൻ്റെ സ്രോതസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നേതൃത്വം ഇല്ലാതാക്കുക. അതാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ, ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെയോ ഒക്കെ അവരെ നോട്ടമിടുന്നുണ്ടാവും. പിന്നെ മൂന്നാമത് അവർക്ക് നേതാക്കന്മാരുടെ ഒരു അഭാവമുണ്ട്. അതിന് പുതിയ ആളുകളെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ, അജിത് പവാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. 25,000 കോടി രൂപയുടെ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് വിങ് അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. അദ്ദേഹം ഇപ്പോൾ വിശുദ്ധനായി കഴിഞ്ഞു. ആരായിരുന്നു? അശോക് ചവാൻ കോൺഗ്രസ് നേതാവായിരുന്നു. പക്ഷെ ആദർശ് കുംഭകോണ കേസിൽ രാജിവെക്കേണ്ടി വന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം വിശുദ്ധനാണ്. അപ്പം അതുപോലെ തന്നെ 3 തരത്തിലാണ്: പണസ്രോതസ് അടയ്ക്കുക,
നേതാക്കന്മാരെ പിന്നെ പ്രചാരണത്തിനും പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ ജയിലിലടച്ചോ അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയരാക്കുക, മറ്റ് പാർട്ടികളിൽ നിന്നുള്ള വിശ്വാസമുള്ള ആളുകളെ കൊണ്ടുവരിക. നികേഷ്, ഇന്നലെയും കേരളത്തിൽ ഒരു ആളിനു വേണ്ടി കോൺഗ്രസുമായി വളരെ ബന്ധമുള്ള ഓരോ ആളിനെ സ്വന്തം ക്യാമ്പിലെത്തിക്കാൻ വേണ്ടിയുള്ള വലിയ തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം വരെ അത് ഫലപ്രാപ്തിയിലെത്തിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോയെന്നോ ഞാനിത് പറയാം, കാർഡടിച്ച് പറയുകയാണെന്ന് വേണമെങ്കിൽ പത്മകുമാറിന് പറയാം. ഞാൻ ആ പേരോ അതിൻ്റെ തെളിവുകളോ ഇവിടെ എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. കേരളത്തിൽ ഇന്നലെയും അങ്ങനെ അതായത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സീറ്റുകളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷവും BJP പോച്ചിങ് തുടരുന്നുണ്ട്. സാർ അത് സ്ഥാനാർത്ഥികളാകാൻ വേണ്ടിയല്ല സാർ. നമുക്കറിയാമല്ലോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ. സാർ ഇപ്പം നികേഷ് കുമാർ നാളെ റിപ്പോർട്ടർ TV വിട്ടിട്ട് ഏഷ്യാനെറ്റിൽ ചേരുക എന്ന് പറഞ്ഞത് ഒരു വലിയൊരു സംഭവമല്ലേ സാർ? കാരണം അത് പലതരത്തിലല്ലേ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരാളെ BJPയിലേക്ക് കൊണ്ടുവരിക. അപ്പം അതിനുവേണ്ടി ഇന്നലെയും നടത്തിയ ശ്രമത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ ഈ രീതിയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, EDA അല്ല, ഈ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് സാർ ഉപയോഗിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പണം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരു ED ഒരാൾ വരുന്നു, ഇൻകം ടാക്സിൽ നിന്ന് ഒരാൾ വരുന്നു, ഞാൻ അപ്പം തന്നെ ഞാൻ അവർക്ക് വേണ്ടി ബോണ്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് നികേഷിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നികേഷുമായി ബന്ധമുള്ള ഒരാളിനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുക. സാക്ഷിയായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലോ, പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടേക്ക് ED ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബോണ്ട്, ഞാനൊരു ഉദാഹരണം പറയുകയാണേ, നിങ്ങൾ ബോണ്ടുകളും വാങ്ങും, ഒപ്പം തന്നെ എനിക്കെതിരെ, എന്നെ പൂട്ടാനുള്ള ശ്രമങ്ങളിൽ എനിക്കെതിരെ നിങ്ങൾ മൊഴിയും കൊടുക്കും. അങ്ങനെ അധികാരത്തിൻ്റെ ഭരണത്തിൻ്റെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കണ്ടത് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശരത്ചന്ദ്ര റെഡ്ഡി എന്നയാളുടെ കാര്യത്തിനകത്ത് ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ JR പത്മകുമാർ, ഇതിനെല്ലാം മറുപടി പറയേണ്ടത് താങ്കളാണ്. 2019 202 സീറ്റുകളിൽ കോൺഗ്രസ് നേരിട്ട് BJPയുമായി ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 8%, ആകെ 16 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 202 കഴിഞ്ഞതിന് ശേഷമുള്ള 543 സീറ്റുകളിലാണ് ഈ പ്രാദേശിക കക്ഷികൾക്ക് നേരിട്ട് BJPയുമായി ഏറ്റുമുട്ടേണ്ടത്. അത് 4-ൽ 3 സീറ്റുകൾ വരും. പക്ഷേ 202 സീറ്റുകളിൽ കോൺഗ്രസിനെ ഫ്രീസ് ചെയ്ത് നിർത്തുകയാണ് എങ്കിൽ BJPയിൽ നിന്ന് അധികാരം പോകില്ല. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഈ നിലയിലാക്കുന്നത്. ശ്രീ JR പത്മകുമാർ. അല്ല, നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം 2019 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഫോക്കസ് ചെയ്ത് ഞങ്ങൾ പരാജയപ്പെട്ട സീറ്റുകളിലാണ്. ആ സീറ്റുകളിൽ എങ്ങനെ ജയിക്കാം, നിലവിലുള്ള സീറ്റ് എങ്ങനെ നിലനിർത്താം, ആ രീതിയിലാണ് ഞങ്ങളുടെ വർക്കിംഗ് പാറ്റേൺ പോയിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് അവരെ പൂട്ടാൻ വേണ്ടിയിട്ട് അവരെ അക്കൗണ്ടിന് പുറകെ പോവുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ സത്യസന്ധമായിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ നിയമപരമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു മുൻകൂർ ജാമ്യമെടുപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് അക്കൗണ്ട് പൂട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ മറ്റു രീതിയിൽ ഇലക്ട്രോണിക് മിഷനിൽ തിരിമറി നടത്തും. ഇലക്ട്രോണിക് മിഷനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എത്രയോ കാലം ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് അവർ തന്നെ പരസ്യമായി വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾ വന്ന് ഇത് ഈ രീതിയിൽ തെളിയിക്കാമെങ്കിൽ ഈ ടാമ്പർ ചെയ്യാൻ പറ്റും, നിലവിലുള്ള സംവിധാനം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പ്രധാന പ്രതിപക്ഷമൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയോ അതിൽ നിന്ന് പണം കോൺഫിസ്കേറ്റ് ചെയ്യുകയോ ചെയ്തതായി താങ്കളുടെ ഓർമ്മയിലോ അറിവിലോ ഉണ്ടോ? അല്ല, ഞാൻ നമ്മുടെ നികേഷിനോട് ഒരു വിനയപൂർവ്വം പറയുന്നൊരു കാര്യം, ഈ ബാക്കി 4 പേര് താങ്കൾ ഉൾപ്പെടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് അതെല്ലാം പബ്ലിക്കിൻ്റെ മനസ്സിലിരിക്കുകയും അതിലൊന്നും ഞാൻ മറുപടി പറയാതെ നിങ്ങൾ പുതുതായി ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് ധാർമ്മികമല്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം അനുഭവിക്കുന്ന കാര്യം, എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. അതുകൊണ്ടാണ് എനിക്ക് സമയം വരണം. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നിയമപരമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിലുള്ള 2 മൾട്ടിപ്പിൾ പാൻ കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് ഇന്ത്യയിൽ നിയമവിധേയമാണോ? മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ
ഒരു പാർട്ടി അവരുടെ കോൺഗ്രസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ മൾട്ടിപ്പിൾ പാൻ കാർഡുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടോ? പക്ഷെ നിലവിൽ ഉണ്ട്, അത് എവിഡൻസ് ആണ്. അപ്പൊ ആ നിയമവിരുദ്ധമായ ഒരു നടപടി കോൺഗ്രസ് ചെയ്യുമ്പോൾ 10,000 രൂപ പിഴ ഈടാക്കേണ്ടടുത്താണ് 115 കോടി രൂപ ഒന്നിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. കോൺഗ്രസ് പറഞ്ഞ മറുപടിയാണ് അക്കാര്യത്തിൽ. അല്ല 135 കോടി രൂപ ഇൻകം ടാക്സിന് ടാക്സ് എക്സംഷന്റെ പേരിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത ടാക്സ് എക്സംഷന്റെ പേരിൽ 135 കോടി രൂപ അടയ്ക്കണം. ആ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൽക്കാലം കുറച്ച് പൈസ ബ്ലോക്ക് ചെയ്തത്. അത് റവന്യൂ ഇൻകം 65 കോടി രൂപ എടുത്തുകൊണ്ടുപോയി 135 കോടി രൂപ മാറ്റിവെച്ചിട്ട് ബാക്കി പണിയെടുത്താൽ മതി എന്നാണ്. മാത്രമല്ല, ഇപ്പോ നിങ്ങൾ അസസ്മെന്റ് തുടങ്ങിയിരിക്കുന്നത് 2014 മുമ്പുള്ള കാലഘട്ടത്തെയാണ്. അത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ? അത് നോട്ടീസ് വന്നാണ് കോൺഗ്രസിലോട്ട് പോവും, സ്വാഭാവികമാണ്. അത് തന്നെ 2018-19 അസസ്മെന്റ് 2019 ഡിസംബർ വരെ അവകാശം കൊടുത്തിട്ടും അവർക്കത് 2018 ഡിസംബർ വരെ സ്വാഭാവികമായും താങ്കൾ ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ച് വരുന്ന ആളായതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇടയ്ക്കിടെ ചോദ്യം ചോദിക്കുന്നു എന്ന് പറയില്ല. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, 52 മുതൽ 2014 വരെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ അക്കൗണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രീസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിവിലുണ്ടോ? ഓർമ്മയിലുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ പാർട്ടിയിൽ നിന്ന്. അങ്ങനെ ഒരു വിവരമുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, 94-ൽ 95-ൽ കോൺഗ്രസ് നോട്ടീസ് കൊടുത്തില്ലേ? 53 കോടി രൂപ അടയ്ക്കാൻ കൊടുത്തിട്ടില്ലേ അവർ അസസ്മെന്റില്? ഇപ്പോഴത്തേക്കാണ് കൊടുക്കുന്നത്. അതായത് സീതാറാം കേസരി ട്രഷറായിരിക്കുന്ന കാലഘട്ടത്തിൽ. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് അന്ന് ആ കാലഘട്ടത്തിലാണ്, ഇപ്പോഴല്ല നോട്ടീസ് കൊടുത്തത്. അന്ന് കോൺഗ്രസ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഇൻകം ടാക്സിന്റെ 94-95 നോട്ടീസിൽ ആർക്കും പരിഭവമില്ല. പത്മകുമാർ, ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. നോക്കൂ, താങ്കൾ പറയുന്നത് ഞാൻ മുഖവില 94-95 കാലഘട്ടത്തില് ആദായ നികുതി വകുപ്പ് അവര് അല്ലെങ്കിൽ യുണൈറ്റഡ് ഫ്രണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. ഉണ്ടാകുമായിരിക്കും, പക്ഷെ ഇതല്ല സംഭവം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെയല്ല 135 കോടി രൂപ. അല്ല, ഞാൻ ചോദിക്കട്ടെ, 135 കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടി ഇൻകം ടാക്സ് ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് അടയ്ക്കാനുള്ളപ്പോ അത് കണ്ടില്ല എന്ന് നടിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല പത്മകുമാർ, 135 കോടി രൂപ അടയ്ക്കാനില്ല. നോക്കൂ, ഒരു പാർട്ടിക്കും 135 കോടി രൂപ അടയ്ക്കാനുണ്ടാകില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ കോൺഗ്രസിന്റെ മേൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം ഒന്ന് പറയുന്നത് കേൾക്കൂ പത്മകുമാർ. ഞാൻ ആ ചോദ്യം ക്ലിയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. നോക്കൂ, 135 കോടി രൂപയല്ല കോൺഗ്രസ് പാർട്ടിക്ക് അടയ്ക്കാനുള്ളത്. കോൺഗ്രസ് പാർട്ടിക്ക് അടയ്ക്കാനുള്ള തുകയായി എക്സംഷൻ ഇല്ല എന്ന് വരുത്തി അടപ്പിക്കുന്ന തുകയാണ് 135 കോടി രൂപ എന്ന് പറയുന്നത്. 20,000 രൂപയിൽ കൂടുതൽ ക്യാഷായി വാങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് എക്സംഷൻ നൽകുന്നില്ല എന്നുള്ളത്. 2 ഡെഡ്ലൈൻ, എക്സ്റ്റൻഡഡ് ഡെഡ്ലൈൻ കഴിഞ്ഞതിന് ശേഷവും ടാക്സ് റിട്ടേൺ നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് എക്സംഷൻ നൽകുന്നില്ല. നോക്കൂ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് പ്രവർത്തിക്കുക? അതാണ് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചോദിച്ചത്. ഈ തൃശ്ശൂരിലല്ലേ വലിയ രീതിയിൽ കള്ളപ്പണം കടത്തിയിട്ടുള്ള ആക്ഷേപം വന്നിട്ടുള്ളത്? നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് അക്കാര്യത്തിൽ നേരിട്ട് ഉത്തരവാദിയായിട്ടുള്ളത്. നിങ്ങൾ ഒരു മാന്യത എന്നോട് കാണിക്കണം. നിങ്ങൾക്ക് മാന്യത ഇല്ലെന്നുള്ളതല്ല, എന്നോട് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് മാന്യതയൊന്നും വേണമെന്നില്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ, എനിക്കതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, എന്നോട് കാണിക്കണമെന്നാണ്. അല്ല എന്നോട് കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. എന്നോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയായിട്ട് വിളിച്ചോണ്ടിരുത്തിയിട്ട് എനിക്ക് പറയാനുള്ള സമയം, മാന്യത എന്നോട് കാണിക്കണമെന്നുള്ളൊരു അപേക്ഷയാണ്. അല്ല, നിങ്ങൾക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാം. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിലെ ബാങ്ക് ബാലൻസ് എത്രയാണ് അവരെ? അല്ല, അത് കുഴപ്പമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ വാങ്ങുന്നതാണല്ലോ. അല്ല, ഒരാൾ വൺ സൈഡ് അല്ലല്ലോ. അതിരിക്കട്ടെ. ഞാൻ ചോദിച്ചത്, കോൺഗ്രസിന് എത്രയാണ് അവരുടെ ബാലൻസ് അവരുടെ അക്കൗണ്ടിലുള്ളത്? എത്രയാണ് അവരുടെ ഫിക്സഡ് അക്കൗണ്ട് എമൗണ്ട് എന്ന് നികേഷിന് അറിയാമോ? 1000 കോടി രൂപ കോർപ്പസ് ആൻഡ് ക്യാഷ്, 340 കോടിയുടെ ഫിക്സഡ് അസറ്റ്സ്.
500 കോടിയുടെ ഫിക്സഡ് അസറ്റ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ പറയുന്നത്. അല്ല, ഇത് ഞാൻ ITATയുടെ ദില്ലി ബെഞ്ചിലെ അവർ ഈ ഇൻകം ടാക്സിന്റെ 135 കോടി കൗൺസില് പറഞ്ഞ കണക്കാണ് പറയുന്നത്. അല്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ പിന്നെ അവരോട് ചോദിക്കുക. ഞാൻ പറയുന്നത് 500 കോടി രൂപയുടെ ഫിക്സഡ് അസറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 135 കോടി രൂപ ഇവർ അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. അതാണ് കോടതിയിൽ പോയിട്ടും യാതൊരു റെമഡിയും കിട്ടാതെ വന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ആ ടാക്സ് നിയമപരമായി നോക്കട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ബനാന റിപ്പബ്ലിക്, വെള്ളരിക്ക പട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം ഓർമ്മിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാവാനാണ് സാധ്യത. വലിയ ജനാധിപത്യവും ഒക്കെ അതിൻ്റെ പുഷ്കല കാലത്തെക്കുറിച്ചൊക്കെ അവരൊക്കെ ആലോചിക്കുമ്പോൾ 39-42 ഭരണഘടനാ ഭേദഗതി ഒന്ന് വായിച്ചു നോക്കിയാൽ അത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ചോദ്യം ചെയ്യാൻ പാടില്ല, നിയമസഭയിൽ കോറം വേണ്ട, നിയമസഭയിലും പാർലമെന്റിലും ഒന്നും കോറം വേണ്ട, രാജ്യരക്ഷാ നിയമം ഉപയോഗിച്ച് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഒരു രീതിയിൽ അടിയന്തരാവസ്ഥയെ കുറിച്ചാണോ CJR പത്മകുമാർ പറയുന്നത്? അടിയന്തരാവസ്ഥയൊക്കെ കോൺഗ്രസ് പല ഘട്ടത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അതല്ല, അല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ജനാധിപത്യം പൂത്തളഞ്ഞ കാലം ആണ് കോൺഗ്രസിന്റെ. അതിനപ്പുറത്തേക്ക് KP നൗഷാദ് അലി പറഞ്ഞതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഉള്ളതിനേക്കാൾ മതഭ്രാന്തുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു, ഇത് ബനാന റിപ്പബ്ലിക് ആയിട്ടുണ്ട് ഭരണകാലത്ത്. ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ ചോദിക്കട്ടെ, കാശ്മീരിൽ നെഹ്റുവിൻ്റെയും മറ്റേ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഒരു കുറേ ആളുകളുണ്ടായിരുന്നു, കുടുംബക്കാർ, കാശ്മീരി പണ്ഡിറ്റുകൾ. ഒരാൾ കാശ്മീരിലുണ്ടോ ഇന്ന്? എന്തോ പ്രസവം നിന്നു പോയതാണോ? അതൊക്കെ ഒരു വിഭാഗം മരണപ്പെട്ടു പോയതാണോ? ആരെ ഭരണ കാലഘട്ടത്തിലായിരുന്നു? അല്ല, ഞാൻ ഉണ്ട് ഒരു മതവിഭാഗത്തെ ഉന്മൂലനം, ഒരു വിഭാഗം മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്തില്ലേ ഒരു സ്റ്റേറ്റിൽ നിന്ന്? അന്ന് ഈ കണ്ണീരൊന്നും ആരെയും കണ്ടില്ലല്ലോ. ആരെങ്കിലും ഒരു വാക്കുച്ചരിച്ചോ? കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ഓടിക്കുന്നത്, മതത്തിന്റെ പേരിൽ ഓടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള CJR പത്മകുമാർ നൗഷാദ് അലി അതിന് മറുപടി നൽകുമായിരിക്കും. പക്ഷേ CJR പത്മകുമാർ അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കും. അതായത് ഈ രാജ്യത്താകമാനം വർഗീയമായ ഭ്രാന്ത് അഴിച്ചുവിടുന്ന ഒരു ഐഡിയോളജി BJP മുന്നോട്ട് വെക്കുന്നതും ഒരു പ്രത്യേക പ്രദേശത്ത് വിഭാഗീയത രൂപപ്പെടുന്നത് രണ്ടല്ലേ? ആ പ്രത്യേക പ്രദേശത്ത് രൂപപ്പെടുന്ന വിഭാഗീയതയുടെ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കോ കേന്ദ്ര സർക്കാരിനോ അല്ല. അതേസമയം ഈ രാജ്യത്ത് മതഭ്രാന്ത് രൂപപ്പെടുന്നതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്, നിങ്ങളുടെ ഐഡിയോളജിക്കാണ്. ഈ രാജ്യത്ത് മതഭ്രാന്ത് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയും എങ്ങനെയെങ്കിലും ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ലോകരാജ്യങ്ങളുടെ മുന്നിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടുപോകുന്ന ലോകത്താകമാനമുള്ള ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ അംഗീകരിച്ച് ഏറ്റവും വലിയ ഒരു ഏറ്റവും നല്ല രീതിയിൽ ഒരു വികസന രാജ്യമായി പോകുമ്പോൾ അതിനെതിരായി രാഷ്ട്രീയ ലാഭം വെച്ചുകൊണ്ട് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് പ്രിയ നികേഷ്. എന്റെ ചോദ്യത്തിനൊന്നും CJR പത്മകുമാർ അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിഷയത്തിലും താങ്കൾ മറുപടി പറഞ്ഞിട്ടുമില്ല. ചോദ്യം ഇതായിരുന്നു, 52 മുതൽ ഇന്നു വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും ചരിത്രം എടുത്തു നോക്കിയാൽ എപ്പോഴെങ്കിലും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പ്രധാന പ്രതിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വരുന്നത് ആം ആദ്മി പാർട്ടിയാണ്. അതിന്റെ മുഖ്യ നേതാവായ അരവിന്ദ് കെജ്രിവാളിന്റെ, അതിന്റെ രണ്ടാമത്തെ നേതാവായ മനീഷ് സിസോദിയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു. അതിന് സുപ്രീം കോടതിയുടെ തീട്ടൂരം വാങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ രാജ്യം എന്ന് വിളിക്കുക CJR പത്മകുമാർ? അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ KP നൗഷാദ് അലി പറഞ്ഞത് ഇത് ബനാന റിപ്പബ്ലിക് ആണ്. അല്ല, ഒരു സമയം തരിക. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഈ പ്രസംഗിച്ചിട്ട് പോയാൽ പോലെ എനിക്ക് സമയം തരിക. ഈ AAPക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ അവിടുത്തെ അജയമാക്കാൻ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? കോൺഗ്രസിന്റെ ഡൽഹി PCC നിയമപരമായി പരാതി ഡൽഹി ഗവർണർ കൊടുത്തില്ലേ, ഈ അവരെ അറസ്റ്റ് ചെയ്യണം, നടപടി സ്വീകരിക്കണമെന്ന്?
ഇന്ന് അത് നടപടി സ്വീകരിക്കുമ്പോൾ അതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ മലക്കം പറയുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ, നോക്കൂ, അതിന് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. അതൊരു പുതിയൊരു ആരോപണമല്ല. നോക്കൂ, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഡൽഹിയിലെ എതിരാളിയാണ്. അവരെ ശരിയാണ്, ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ദില്ലി മദ്യ നയ അഴിമതി കേസ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും അതിന് 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കൈക്കൂലിയായി കിട്ടിയിട്ടുണ്ട് എന്നുമാണ്. പക്ഷേ നോക്കൂ, 2014 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാലമായല്ലോ. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിട്ടുണ്ടോ? വിചാരണ തുടങ്ങാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക, അതാണ്. അപ്പൊ ഒച്ചയുണ്ടാക്കും. പത്മകുമാർ, എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തിയത്? കോൺഗ്രസ് പാർട്ടി അജയ് മാക്കാനോ രാഹുൽ ഗാന്ധിയോ ഒന്നും അരവിന്ദ് കെജ്രിവാളിന്റെ പേരല്ലല്ലോ പറഞ്ഞിരുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ കുറിച്ചാണ് നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു ശരത്ചന്ദ്ര റെഡ്ഡിയെ സൃഷ്ടിക്കുന്നു, അയാൾ ആദ്യം സാക്ഷിയാകുന്നു, അയാൾ സാക്ഷിയായിരിക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും അയാൾ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ പിടിച്ച് ജയിലിടുന്നു. പ്രതിയാക്കപ്പെട്ടതിന് ശേഷം അയാൾ ബോണ്ട് നൽകുന്നു. ബോണ്ട് നൽകി അയാൾ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാളുടെ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുന്നു. അയാൾ പുറത്തേക്ക് വരുന്നു, 50 കോടി കൂടി ബോണ്ട് നൽകുന്നു, അയാൾ ഫുൾ ഫ്രീ. അരവിന്ദ് കെജ്രിവാൾ അകത്ത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങളുടെ ചാനലാണ്, നിങ്ങൾക്ക് കുറെ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ പറയാനുള്ള അവസരം തരൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 6 തവണ കെജ്രിവാളിന്റെ നോട്ടീസ് കൊടുത്തില്ലേ? എത്ര മാസം മുമ്പാ തുടങ്ങിയത്? 6 സാർ 9. അതിലൊരു കൂട്ടുപ്രതിയായ കവിതയെ അറസ്റ്റ് ചെയ്ത് എപ്പോഴാ? 9. ഈ കവിതയെ അറസ്റ്റ് ചെയ്ത് എപ്പോഴാ? ആ കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്ത് അവരോടൊപ്പം ഒരുമിച്ചിരുത്തിയാ ചോദ്യം ചെയ്യേണ്ടത്. അത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. കവിതയെ അറസ്റ്റ് ചെയ്തു. കവിത നേരത്തെ കോടതിയിൽ പോയി, പലപ്പോഴും സ്റ്റേയും ചെയ്തു. അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വന്നു. അല്ല, ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ പോലീസ്, അവരെ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ വാങ്ങി. ആ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോഴാണ് കൂട്ടുപ്രതിയെ ഇതുമായി ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, വേറെ എത്രയോ അല്ലല്ല നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം ഇവിടെ നികേഷ്, എനിക്കൊരു കാര്യം പറയാനുള്ളത്. ശ്രീ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാരണം ഇത് കുറെ കാലമായിട്ട് പഴകി കുളിച്ചൊരു കാര്യമാണെങ്കിലും, അതായത് ജമ്മു കാശ്മീരിൽ നിന്ന് കശ്മീരി പണ്ഡിറ്റുകളെയൊക്കെ ഓടിച്ചു വിട്ടു എന്നുള്ളത്. ഇവിടെ 89 വി പി സിംഗ് മന്ത്രിസഭയുടെ കാലത്ത് ജഗ്മോഹൻ എന്ന BJPയുടെ നോമിനി ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന കാലത്താണ് അവരുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വാസസ്ഥലം മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെയുള്ള സ്കീമുകൾ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം. കോൺഗ്രസ് എന്തോ ചെയ്തതാണ് എന്ന മട്ടിലൊക്കെ ചിത്രീകരിച്ചിട്ട് അതെ 89 മുതൽ 91 വരെ അധികാരത്തിലിരുന്ന ലഫ്റ്റനന്റ് ഗവർണറാണ് ജഗ്മോഹൻ. അതെ, 90-ൽ ജഗ്മോഹനാണ്. 90-ലാണ് ജഗ്മോഹൻ. 90-ലാണ് ജഗ്മോഹൻ. 91-ലാണ് ജഗ്മോഹൻ. 89 മുതൽ 91 വരെയാണ് ജഗ്മോഹന്റെ കാലാവധി. ആ കാലത്ത് സംഭവം തന്നെ ഞാനും പറയുന്നത്. ജഗ്മോഹൻ LK അദ്വാനിയുടെ പ്രതിനിധിയായിരുന്നു. ഇന്ത്യ ഭരിച്ചിരുന്നത് VP സിംഗ്, ഭരിച്ചിരുന്നത് BJP. നിങ്ങൾ നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണറാണ്. നിങ്ങൾ നിയമിച്ച തെറ്റായ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അതല്ല വിഷയം. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അവിടെ നിന്ന് എല്ലാവരും എന്റെ ഊഴത്തിൽ പറയാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യാനാ? ഒറ്റ കാര്യം, എന്റെ പ്രിയപ്പെട്ട പത്മകുമാർ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ വിഷയം, കോൺഗ്രസ് എല്ലാ കാലത്തും നിങ്ങളെപ്പോലെയുള്ള വിഭാഗീയ നിലപാടുകാരല്ല, വർഗീയ നിലപാടുകാരല്ല. ഞങ്ങൾ കശ്മീരി പണ്ഡിറ്റുകളെയും കശ്മീരിലെ മുസ്ലിങ്ങളെയും 2 കൈയോട് ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്ത് എവിടെയും ഞങ്ങളുടെ നയം അതാണ്. നിങ്ങളെപ്പോലെ അല്ല. നിങ്ങളാണല്ലോ ഇപ്പോ സീതാറാം കേസിൽ പ്രശ്നമായിരുന്ന കാലത്ത് ഇവിടെ അന്വേഷണം ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളെ
നിങ്ങള് ആഭ്യന്തര ശത്രുവാണ് വൈദേശിക ശക്തിയേക്കാൾ നമ്മൾ നേരിടേണ്ടത്. അതുകൊണ്ട് വൈദേശിക ശക്തിക്കെതിരെ ഊർജം പാഴാക്കണ്ട എന്ന് പറഞ്ഞ് മാപ്പെഴുതാൻ ക്യൂ നിന്ന കാലത്ത് ഇവിടെ ആസാദും പട്ടേലും നെഹ്റുവും ഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ എന്ന് പാട്ടുപാടി നടക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക? അല്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഞങ്ങളേറ്റ പീഡനമാണ്. ആ പീഡനം ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങളുടെ പണം പ്രതിക്കൂട്ടിൽ നിർത്തും. നേരത്തെ ജയകുമാർ പറഞ്ഞത് ഇത് മുൻകൂർ ജാമ്യമാണ് എന്നാണ്. മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. തോൽവി ഉറപ്പായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ആലില പോലെ വിറക്കുകയാണ്. ഇവർ ഭീരുക്കളാണ്. എന്റെ നികേഷ്, ഇവിടെ കോൺഗ്രസിനെ മാത്രമല്ല ആം ആദ്മി പാർട്ടി നിങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ എന്താ സ്റ്റാലിന്റെ പാർട്ടിയുടെ സ്ഥിതി? എന്താ ഇവിടെ തേജസ്വി യാദവിന്റെ സ്ഥിതി? എന്താ മമതാ ബാനർജിയുടെ സ്ഥിതി? വയോധികനായ ഫറൂഖ് അബ്ദുള്ളയെ പോലും ഈട് വേട്ടയാടുകയാണ്. ഇന്ത്യ രാജ്യത്ത് ആരൊക്കെയാണോ പ്രതിപക്ഷ നിരയിലുള്ളത് അവസാനത്തെ മനുഷ്യരെയും പറയട്ടെ, ഇവരുടെ അയാൾ മുഖ്യമന്ത്രിയാണ്. ഇവിടെ അജിത് പവാറിനെ നോക്കിയിട്ടാണ് ഇവർ പറഞ്ഞത് നാച്ചുറൽ കറപ്ഷൻ പാർട്ടി എന്ന്. നാച്ചുറൽ കറപ്റ്റഡ് പാർട്ടി എന്ന് NCPയെ ആ മനുഷ്യനെ ഇവർ ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. നാരായൺ റാണെ, ഛഗൻ ഭുജ്ബല്, പ്രേമ ഗണ്ഡു, രാജ്യത്ത് അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഇലക്ട്രൽ ബോണ്ട് കാര്യത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. നോക്കൂ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നോക്കൂ, BJPയുമായി ഡയറക്റ്റ് ഫൈറ്റുള്ള 202 സീറ്റുകളുണ്ട്. അതിൽ കോൺഗ്രസ് 125 മുതൽ 150 സീറ്റുകളിൽ ജയിച്ച് കയറിയാൽ മാത്രമേ കോൺഗ്രസിനെ ഒരു BJP ഇതര സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. കോൺഗ്രസ് മുഖ്യകക്ഷിയായിട്ടുള്ള ഒരു BJP ഇതര സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, സർവേകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ DMK സ്ട്രോങ് ആണ്, ബംഗാളിൽ തൃണമൂൽ സ്ട്രോങ് ആണ്, ദില്ലിയിലും പഞ്ചാബിലും ആം ആദ്മിക്ക് വേണമെങ്കിൽ വിജയിക്കാൻ കഴിയും. UPയിൽ അഖിലേഷ് കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നു. ബീഹാറിൽ തേജസ്വിൻ്റെ അടുത്തിടെ നടന്നിട്ടുള്ള റാലികളെല്ലാം വലിയ വിജയമാണ്. മഹാരാഷ്ട്രയിലും വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിനെ 125, 150 പിടിച്ചു നിർത്താൻ എന്ന് വെച്ചാൽ അതിലേക്ക് പോകാതെ പഴയ നിലയിലേക്ക് 52 എന്ന നിലയിലേക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയാണെങ്കിൽ ജയിച്ചു BJP. ഇതാണ് സ്ട്രാറ്റജി. പകരം എന്താണ് പ്ലാൻ B? എന്താണ് അത് പറയൂ നൗഷാദ് അലി. അല്ല, തീർച്ചയായിട്ടും നികേഷ്, ഇവിടെ ഈ രാജ്യം BJPക്കാർ എല്ലാ കാലത്തും പയറ്റുന്നത് പോലെ ഹിന്ദുവും മുസ്ലിമുമാക്കി വേർതിരിച്ചാൽ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു തലത്തിൽ നിന്ന് ഈ രാജ്യത്തെ ബാധിക്കുന്ന നീറുന്ന പ്രശ്നത്തിലേക്ക് കണ്ണെത്തി നോക്കുന്ന ഒരു ഗ്രാമീണരിലേക്ക് ഈ രാജ്യം മെല്ലെ മെല്ലെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് BJPക്കാർ തിരിച്ചറിഞ്ഞു. ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ശതമാനത്തിലാണ്. ഈ രാജ്യം ലോകത്തെ എല്ലാ പ്രമുഖ വിശ്വസനീയ ഏജൻസികളും നടത്തിയ മുഴുവൻ കണക്കുകളിലും ഇത് പിറകോട്ടാണ്. ഇവർ GDP കണക്കാക്കാൻ കള്ള സൂത്രവാക്യങ്ങൾ മുസ്തഫ, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് ജനാധിപത്യത്തിലൊരു ചെറിയ മീനല്ല. നോക്കൂ, ഇവിടെ ട്രിബ്യൂണലിനെയും അപ്പലേറ്റ് ട്രിബ്യൂണലിനെയും ഒക്കെ നിയമിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അവിടെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിൻ്റെ പണം എടുത്തുകൊണ്ടുപോയത് അല്ലെങ്കിൽ ലീൻ ചെയ്ത് നിർത്തിയിരിക്കുന്നതിനെതിരായി കോൺഗ്രസ് പോയിട്ടുള്ളത്. ആ കോടതികളിൽ ഒന്നും തന്നെയും അനുഭാവപൂർണമായ സമീപനമല്ല കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. നോക്കൂ, അതാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെയും അതിൻ്റെ ട്രിബ്യൂണലിൽ നിന്നും അപ്പീൽ ട്രിബ്യൂണലിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രതികരണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത് സുപ്രീം കോടതിയോട് ജൂൺ 30 വരെ സമയം ചോദിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതായത് കേന്ദ്ര സർക്കാരിന് കൃത്യമായ രീതിയിൽ റോളുള്ള ഒരു ബാങ്ക് സുപ്രീം കോടതിയെ പോയി തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ജൂൺ 30 മുമ്പ് ഈ വിവരങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന്. സുപ്രീം കോടതി ഒന്ന് മീശ പിരിച്ചപ്പോഴാണ് ആ രേഖകളെല്ലാം തന്നെയും ദിവസങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ഇത് 2017 നമ്മൾ എന്തായാലും കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് എങ്ങനെയാണോ കറൻസി നിരോധനം ഉണ്ടായിട്ടുള്ളത്, ആ കറൻസി നിരോധനത്തിലൂടെ UP പിടിച്ചെടുത്തത് എന്നുള്ളത്. നമുക്ക് ഇത്
വളരെ വലിയ വിഷയമാണ്. ആ നിലയിൽ ഇടതുപക്ഷം ഈ വിഷയം ഉയർത്തുന്നുണ്ടോ CVPP മുസ്തഫ? തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നികേഷ് ഇത് തന്നെയാണ്. കാരണം ഇത് ഞങ്ങൾ നേരത്തെ പറയുകയും BJPയും അമിത്ഷായും നടത്തുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞുവെങ്കിലും അത് ബോധ്യമാകാതെ വാളയാർ ചുരത്തിന് ഇപ്പുറത്ത് കേരളത്തിൽ ഈ കേന്ദ്ര ഏജൻസികളെല്ലാം മാന്യന്മാരാണ്, അവിടെ സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് കോൺഗ്രസ് ഇന്ന് വന്നുപെട്ട കാര്യം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇവിടെ പത്മകുമാറിന്റെ അവകാശം, BJP പ്രതിനിധിയുടെ അവകാശവാദം എന്താ നികേഷേ? എല്ലാം നിയമപരമാണ്. കോൺഗ്രസ് നിയമപരമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവർ നടപടി നേരിടുന്നതെന്നാണ്. നിയമപരമാണോ സുതാര്യമായിട്ടാണോ കാര്യങ്ങൾ നടക്കുന്നത്? അയോധ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ഒരാൾ BJP കോട്ടയിൽ രാജ്യസഭ MP ആകുന്നു, മറ്റൊരു ജഡ്ജി ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ ബോർഡിന്റെ ചെയർമാനാകുന്നു, മറ്റൊരു ജഡ്ജി ആന്ധ്രാപ്രദേശിലെ ഗവർണർ ആകുന്നു. അമിത്ഷാ ഗുജറാത്തിലെ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ അഴിമതിയെയും അതിക്രമങ്ങളെയും കുറിച്ച് പറഞ്ഞ ജസ്റ്റിസ് ലോധയുടെ ജീവൻ പോകുന്നു. പക്ഷെ അമിത്ഷായെ കുറ്റവിമുക്തരാക്കിയ ജഡ്ജി പിന്നീട് വലിയ തസ്തികകളിലേക്ക് എത്തുന്നു. കൊൽക്കത്ത ഹൈക്കോടതിയിൽ 10 ദിവസം മുമ്പ് രാജിവെച്ചയാൾ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്നു. ഇന്ത്യയിലെ നീതിപീഠങ്ങൾ, ഉയർന്ന നീതിപീഠങ്ങൾ, സാധാരണ മജിസ്ട്രേറ്റ് കോടതിയോ മറ്റു കോടതികളോ അല്ല, എവിടെ എത്തുന്നു? ഇപ്പൊ വാരണാസിയിലെ പള്ളിയുടെ കേസിൽ, ജ്ഞാൻവാബിയുടെ കേസിൽ വിധി പറഞ്ഞയാൾ അത് അവസാനത്തെ ദിവസം, റിട്ടയർമെന്റിന്റെ ദിവസം വിധി പറയുന്നു. അദ്ദേഹത്തിന് പിറ്റേ ദിവസം വേറൊരു തസ്തിക ലഭിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിയമപരമാണ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം എന്ന് അവകാശപ്പെടുന്ന BJP നിയമ സംവിധാനത്തെ പോലും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ചെയ്യുന്നത് നീതിപൂർവമാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്ത്യ ലോകത്തൊന്നാമതാണ്. എന്താ അമേരിക്ക ഇന്ന് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിച്ചിരിക്കുന്നത്? ജർമ്മനി കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇന്നലെ പ്രതികരിച്ചത് എങ്ങനെയാ? നിങ്ങൾക്കെന്തിനാ ജർമ്മനിയുടെ ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് കേന്ദ്ര വിദേശ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അതൃപ്തി അറിയിക്കേണ്ടി വന്നത്? ലോകം മുഴുവൻ നിങ്ങളെ കാണുന്ന അങ്ങനെയാണ്. നിങ്ങൾ ലോകത്ത് ഇന്ത്യ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ലോകത്തെ ജനാധിപത്യം നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ ഏറ്റവും പിന്നിൽ നിൽക്കുകയാണ്. ലോകത്ത് ദാരിദ്ര്യത്തിന്റെ അളവുകോലിൽ ഇന്ത്യ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. സുതാര്യത, ട്രാൻസ്പെറൻസിയുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്താൽ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് ഇന്ത്യ. ബംഗ്ലാദേശിനേക്കാൾ പുറകെ ഇന്ത്യ. നിങ്ങൾ ഈ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളുടെ ചൈനയിലുണ്ട്. കാശ്മീരിൽ പറഞ്ഞല്ലോ ഇവിടെ 2022 ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ കാശ്മീരി പണ്ഡിറ്റുകളുടെ സമരം ചെയ്തില്ലേ? BJPയുടെ ഭരണത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പേര് പറഞ്ഞ് അവർ സമരത്തില്ല. ഇവരൊരു വർഗീയമായി നിലപാടെന്തായിരുന്നു? ആ കാശ്മീരി പണ്ഡിറ്റിലേക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ശരിക്കും പറഞ്ഞാൽ ചൂടുപിടിക്കുന്നേ ഉള്ളൂ. ഒരു മാസമുണ്ട്. ഇനിയാണ് അങ്ങോട്ട് ഫണ്ട് ചെലവഴിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടക്കാനിരിക്കുന്നത്. കേരളം അതിന് നല്ല മാതൃകയാണ്. വളരെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രചരണ സാമഗ്രികൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും. നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് പോയാലും ഇത്രയധികം പ്രചരണ സാമഗ്രികൾ കാണാറില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ആ ഒരു പെർസെപ്ഷനിൽ കോൺഗ്രസ് ആദ്യം തന്നെ പരാജയപ്പെടുവതാണോ കാണേണ്ടത് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം? നികേഷ്, അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെടും എന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ പത്മകുമാർ ധാരാളം ന്യായീകരണങ്ങൾ വയ്ക്കുകയുണ്ടായി. അതായത് പണ്ട് ഒരു രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞത് ഒരു കുട്ടിയാണ്, മറ്റുള്ളവരാരും അതിന് ധൈര്യപ്പെട്ടില്ല. ഇപ്പോഴും രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ ആളുകളത് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ജനാധിപത്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആളുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് യാതൊരു വാർത്താവിനിമയ സൗകര്യങ്ങൾ, അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പത്രങ്ങളൊക്കെ അന്ന് സെൻസർഷിപ്പിൻ്റെ കീഴിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് മറക്കരുത്. പിന്നെ ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ പ്രചാരണത്തെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് നമുക്കറിയാം തികച്ചും നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ആ ടെമ്പോ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം. ഇത് വളരെ നേരത്തെ പലരും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇന്ന ആളുകളായിരിക്കും, ചില മാറ്റങ്ങൾ പിന്നീട് വന്നെങ്കിലും സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു. ആ ഒരു ടെമ്പോ പെട്ടെന്ന് CPM ഒക്കെ നേരത്തെ തുടങ്ങി. അതുപോലെ തന്നെ കോൺഗ്രസും
ആ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിച്ചേക്കും എന്നുള്ള ധാരണയിൽ വലിയ തോതിൽ അങ്ങോട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതങ്ങനെ ചൂട് പിടിച്ച് വരുമ്പോൾ അതിൻ്റെ ടെമ്പോ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ ഞാൻ പറയാം, തിരുവനന്തപുരത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ഈ ശശി തരൂരിന് അനുകൂലമായ പ്രചാരണത്തിൽ ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ശശി തരൂരിൻ്റെ വിജയസാധ്യതകൾ അടഞ്ഞു എന്നുള്ളത്. അതാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ പ്രചാരണ രീതി. നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ഈ പിന്നെ ബൂത്തുകൾ കിട്ടും. ആ ബൂത്തുകൾ കിട്ടുന്നതിന് 7 മണ്ഡലങ്ങളിൽ കുറഞ്ഞ പക്ഷം 14 ലക്ഷം രൂപയെങ്കിലും ചിലവാകും. ഏത് മുന്നണിക്കും? 3 മുന്നണിക്കും. ഒരു മുന്നണിയുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു 14 ലക്ഷം രൂപയെങ്കിലും ബൂത്ത് കെട്ടാനാണ്. ബൂത്ത് കെട്ടാനും സ്ലിപ്പ് അടിച്ച് വിതരണം ചെയ്യുന്നവർക്ക് അവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട, അവർക്ക് ചായയും ഭക്ഷണവും കൊടുക്കാനെങ്കിലും ഒരു 7 അസംബ്ലി മണ്ഡലം 7 × 2 14 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റണം. അതിലൂടെ പണം സമാഹരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. നമ്മളിവിടെ വന്ന് ഈ ചർച്ച നടത്തിയതുകൊണ്ടൊന്നും BJPയുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റവും വരുമെന്ന് നിങ്ങളാരും കരുതണ്ട. അവർ പല കാര്യങ്ങളിലും തീരുമാനിച്ചുകൊണ്ടാണ്. അപ്പം നമുക്കറിയാം ചർച്ച നടത്തിയത് കൊണ്ട് BJPയുടെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതല്ല, നാളെ ചർച്ചയെ ഇല്ലാതാക്കുന്ന മാറ്റത്തിലേക്കാണ് ചോദിച്ചോട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ. അല്ല നികേഷ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമയമാണ് അവസാന 30 സെക്കൻഡ് താങ്കൾക്ക് തരാം. പൂർത്തിയായിക്കോട്ടെ. നികേഷേ ഞാൻ പറഞ്ഞത് ഈ കെജ്രിവാളിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നത് നമ്മൾ ഈ പിന്നെ അഴിമതിയൊന്നും ഇല്ലാതാകാതിരിക്കാൻ വേണ്ടിയല്ല ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. ഞങ്ങളിത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ബോണ്ട് ഇറക്കുമോ സാർ? ലോകം കണ്ട കൊള്ളയല്ലേ സാർ? ഗുണ്ടാപ്പിരിവല്ലേ സാർ? അതല്ലേ സാർ ഇലക്ഷൻ ബോണ്ടിലൂടെ നടന്നത്? പിന്നെ ഞങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ആ നിശ്ചിത സമയത്ത് കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പാവുമ്പോൾ. കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടാവാൻ പാടില്ല. ഇത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള കണക്കിനെ കുറിച്ചുള്ള കുഴപ്പങ്ങളൊക്കെ നേരത്തെ ഇത് കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞ സാമ്പത്തിക വർഷം തീർന്നതാണല്ലോ. ഈ സാമ്പത്തിക വർഷം തീർന്നിട്ടില്ലല്ലോ, കഴിഞ്ഞ വർഷത്തെ കണക്കാണല്ലോ. ഇതൊക്കെ നേരത്തെ മുമ്പിലുണ്ടല്ലോ, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കണക്ക് ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. ഞങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് സാർ, ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിട്ടുകൊണ്ടാണ് ഇന്ന് തന്നെ ഇപ്പോൾ പത്മകുമാർ പറഞ്ഞു 500 കോടി ഫിക്സഡ് അസറ്റ്സ് കോൺഗ്രസിനുണ്ടെന്ന്. നികേഷ് പറഞ്ഞു 300 കോടി. അത് എവിടുന്ന 340 കോടിയുടെ ഫിക്സഡ് അസറ്റ്സ്, അത് ITATയുടെ ദില്ലി ബെഞ്ചില് ഇൻകം ടാക്സിന്റെ കൗൺസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ കണക്കാണ്. അപ്പോൾ സർക്കാരിന്റെ കണക്കുകൾ, ഔദ്യോഗിക കണക്കുകൾ ഉള്ളപ്പോൾ തന്നെ കൃത്രിമമായ കണക്കുകൾ BJP ഉണ്ടാക്കിക്കൊണ്ട് പ്രചരണം നടത്തി അങ്ങനെ പ്രതിപക്ഷ കക്ഷികളുടെ കൈകൾ കെട്ടാൻ, വായ മൂടാൻ, പ്രചരണത്തിൽ അവരെ തകർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ അവരൊരു ഒരു 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 മറുവഴി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രൗഡ് ഫണ്ടിങ് തന്നെ അവരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി മാറ്റാൻ. സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങില് സംഭാവന നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടി വരുമെന്നാണ് സണ്ണിക്കുട്ടി എബ്രഹാം ആവശ്യപ്പെടുന്നത്. ഷിജാർ പത്മകുമാർ, ഒരു വോട്ട് 1 രൂപ, ഒരു വോട്ട് 1 രൂപ, ഒരു വോട്ട് 1 രൂപ. മുതിർന്ന പത്രപ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം, അദ്ദേഹത്തിന് ഇത്രയും വിഷമം കോൺഗ്രസിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാവും. നികേഷ് ഉൾപ്പെടെ ഒരു കാര്യം ചെയ്യുക, പൈസ ചെലവാക്കണ്ട. ഈ CPM-ഉം LDF-ഉം UDF-ഉം കൂടെ ഒരുമിച്ച് നിന്ന് വിഹിതിച്ച് 10 സീറ്റുകളിൽ മത്സരിക്കുക. ആളുകളെ പറ്റിക്കുന്നത് എന്തിനാ? ഞങ്ങളുടെ പൈസ ഇല്ല, ഞങ്ങളുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്തിനാ? നിങ്ങൾ വിഹിതിച്ചെടുത്താൽ പോരെ? കേന്ദ്രത്തിൽ BJPയെ പരാജയപ്പെടുത്തണം, അവിടെ ചെന്നാൽ ഞങ്ങൾ ഒന്നാണ്. പിന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഇത്രയും ത്യാഗം സഹിക്കണ എന്തിന്?
ഇത്തവണ അല്ല, എത്രയാണെന്ന് അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ചോദിച്ചത്, എന്തിനീ ത്യാഗം സഹിക്കുന്നെന്നാണ്. രണ്ടുപേരെയും കൂടി ഒരുമിച്ച് മത്സരിച്ച് വീതം വെച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുത്തുകൊണ്ട് പോയാൽ പോലെ. അപ്പൊ ഇതൊന്നും അല്ല കാര്യം, ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുസ്തഫ, 30 സെക്കൻഡ്. ജനാധിപത്യം അപകടത്തിലായപ്പോൾ പഴയ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നത് അല്ല, നിങ്ങൾക്ക് നിലപാടില്ലെന്നേ. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു, കോൺഗ്രസിനെതിരായിട്ട് അവിടെ തന്നെ ഞങ്ങൾ നിൽക്കുന്നു. നിങ്ങൾക്ക് നിലപാടില്ല, അത് ഞങ്ങളെ കുറ്റമല്ലല്ലോ. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു, കോൺഗ്രസിനെതിരായ നിലപാട്. 15 സെക്കൻഡ്. നിലപാടില്ല, അതാണ് കാര്യം. അവസരം കിട്ടിയപ്പോ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യൻ ജനത വിധിയെഴുതും ഇത്തവണ. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന ശ്രദ്ധേയമായ വിധി ഇന്ത്യൻ ജനതയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടാകും. വളരെ നന്ദി ശ്രീ VVP മുസ്തഫ, ശ്രീ KP നൗഷാദ് അലി, ശ്രീ JR പത്മകുമാർ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.